വക്കം ഖാദർ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് AIDYOയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളിയിൽ നടന്ന പൊതുസമ്മേളനം കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ വക്കം ഖാദറിന്റെ 82ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ AIDYOയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ നടന്ന പൊതുസമ്മേളനം കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തെ തമസ്കരിക്കുന്ന ഭരണാധികാരികളാണ് രാജ്യം ഭരിക്കുന്നതെന്നും സമകാലിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടേ മതിയാകൂ എന്നും കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. വക്കം ഖാദറിന്റെ സഹോദരപുത്രൻ AR ഫാമി ഫ്ളാഗ് ഓഫ് ചെയ്ത ബൈക്ക് റാലി വക്കത്താണ് സമാപിച്ചത്. വക്കം മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ AIDYO സംസ്ഥാന വൈസ് പ്രസിഡന്റ് EV പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വക്കം ഖാദറിന്റെ ആ ദീപ്തമായ സ്മരണ അത് ഈ രാജ്യം മുഴുവൻ അതുകൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എളിയ പരിശ്രമങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെയേറെ പ്രചോദനമാണ്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിശ്ചയമായിട്ടും ഇനിയുള്ള കാലത്ത് വക്കം ഖാദർ എന്ന് പറയുന്ന ധീരനായ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പുത്രൻ വക്കം ഖാദറിന്റെ ആ ദീപ്തമായ സ്മരണ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഉമ്മയോട് പറയുകയാണ്, സന്തോഷത്തോടെ പറയുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി PK പ്രഭാഷ്, K ബിമൽജി, AIDSO സംസ്ഥാന സെക്രട്ടറി R അപർണ, T ഷിജിൻ, രജിത ജയറാം, A ഷൈജു എന്നിവർ സംസാരിച്ചു. കൊല്ലം, ചിന്നക്കട, പരവൂർ, വർക്കല എന്നിവിടങ്ങളിൽ ബൈക്ക് റാലി പര്യടനം നടത്തി. CD നെറ്റ് ന്യൂസ്, ഓച്ചിറ.